നമ്മുടെ കൊടൈക്കനാലും ക്യാരറ്റ് കൊണ്ടൊരു വരട്ടുണ്ടാക്കിയാലോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ക്യാരറ്റും സവാളയും പച്ചമുളകും ഇതൊക്കെ നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനല്ല അരിഞ്ഞത്, പൊന്നിയാണ് കേട്ടോ അരിഞ്ഞത്. പിന്നെ ചട്ടി അങ്ങോട്ട് വെച്ച് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ നല്ല രീതിയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടാൻ കുറച്ച് സമയം വേണം, എങ്കിലും പൊട്ടി വരട്ടെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും സവാളയും പച്ചമുളകും എല്ലാം അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ ഇളക്കി ഇച്ചിരി ഉപ്പും അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം വേവ് ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഈ ഉണക്കമുളകില്ലേ, ഉണങ്ങിയ മുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ഞാനിട്ട് നല്ല രീതി പൊടിച്ചെടുത്തിട്ട് ക്യാരറ്റിലോട്ട് ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ ഇളക്കിയിട്ട് വീണ്ടും ഞാനത് അടച്ച് വെക്കുന്നുണ്ടേ. അതിനുശേഷം അരമുറി തേങ്ങ എടുക്കുക. അതിനകത്തോട്ട് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അത് നല്ല രീതിയിൽ കാണുന്ന രീതിയിലൊന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. എന്നിട്ട് ആ തേങ്ങ മുറി നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ല രീതിയിൽ ഒന്നും കൂടെ ഇളക്കുക. നമ്മുടെ ക്യാരറ്റ് വരട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കണ്ടേ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് വിളിച്ചത് എൻ്റെ രണ്ടാമത്തെ പുത്രി പൊന്നിനെയാണ്. ചൂടായതുകൊണ്ട് ആൾക്ക് എടുക്കാനൊരു സീൻ അതാണ് കേട്ടോ. പിന്നെ എടുത്ത് വായി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയേണ്ടതില്ല, അവൾ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോളാം അതിൻ്റെ ടേസ്റ്റ് എന്തുവാണെന്നുള്ളത്. സൂപ്പറായിട്ടുണ്ടോ?